ഹലോ, ഇറ്റ്സ് മീ ചിപ്പി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എല്ലാവരുടെയും ഒരു ഒരു ഡ്രീമായിരിക്കും നല്ല ഷൈനി ആൻഡ് ഹെൽത്തി മുടി. ഇപ്പം എല്ലാവർക്കും കോമണായി കണ്ടുവരുന്ന കാര്യമാണ് ഈ ഹെയർ ഫോൾ സംഭവങ്ങളൊക്കെ. അപ്പം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇപ്പം പാർലറിലൊക്കെ പോയി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. പക്ഷേ എന്നാലും എത്രത്തോളം അത് കെമിക്കൽ ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ ഞാൻ തന്നെ ഞാൻ കോളേജ് ടൈമിൽ ഞാൻ സ്മോക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മുടി ഇങ്ങനെ ഡ്രൈ ആയി പോയത്. കാരണം നമുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാൾ ഭംഗിയായി കിടക്കും, പക്ഷേ അതിന് ശേഷം മുടി ഹെയർ ഫോൾ വന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പം എത്രത്തോളം മാക്സിമം നമുക്ക് എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മളുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഹെയർ മാസ്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു മാസ്ക് നമ്മളുടെ എല്ലാവരുടെയും അടുക്കളയും കാണാൻ പറ്റുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് മുട്ട. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റിച്ച് ഇൻ പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച്, നമ്മളുടെ ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഈ ഒരു മുട്ടയിലാണ്. അതുപോലെ തന്നെ ഫോസ്ഫറസ്, സിങ്ക് എല്ലാം തന്നെ നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വേണ്ടതുപോലെ തന്നെ അത്രയും ആവശ്യമാണ് നമ്മളുടെ മുടി. അപ്പം മുട്ട നല്ല രീതിയിൽ സഹായിക്കും നമ്മളുടെ മുടിയിലേക്ക്. ഈ ഒരു പാക്ക് ഇട്ടാൽ ഹെയർ ഗ്രോത്തിനും എല്ലാത്തിനും സഹായിക്കും. അതുപോലെ തന്നെ അടുത്തതായി വേണ്ടത് പഴം, നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ പഴം എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഏതാണോ അവൈലബിൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഹണിയും. അപ്പം മുട്ട, നമുക്ക് ഈ ഒരു മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് മുട്ട, പഴം, ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ 2-3 തുള്ളി. അതുപോലെ തന്നെ ഹണിയും നല്ലതാണ് നമ്മളുടെ ഹെയറിന്. ഹണി മീൻസ് നമ്മളുടെ ഡ്രൈനെസ് മാറ്റാനും അതുപോലെ തന്നെ ഷൈനിങ് കൊണ്ടുവരാനും ഹണി സഹായിക്കും. അപ്പോൾ ഈ 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. മാസ്ക് അപ്ലൈ ചെയ്തതിന് മുന്നേ നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യാറ് നമ്മളുടെ ഹെയറിൽ, നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഹെയറിൽ ഏതാണോ ഓയിൽ അപ്ലൈ ചെയ്യാറ് ആ ഓയിൽ ഒരു 15 മിനിറ്റ്സ് നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് വയ്ക്കുക. സ്കാൽപ്പ് ടു എൻഡ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വേണം ഈ ഒരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്ക് വിട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് പണിയൊക്കെ എടുക്കാം. അങ്ങനെ അത് ഡ്രൈ ആവുന്നവരെ, മീൻസ് ഡ്രൈ ആവില്ല, ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് നല്ല രീതിയിൽ ഹെയറിലേക്ക് നല്ല അപ്ലൈ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഈ നേന്ത്രപ്പഴം, മുട്ട, ഹണിയും ഓയിലും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ തേക്കേണ്ടത്. ഞാനിപ്പോൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന റോസ്മേരി ഓയിലാണ് ഞാൻ ഒരു 15 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ടു. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാക്ക് നല്ല രീതിയിൽ സ്കാൽപ്പ് മുതൽ താഴെ വരെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം. ഫൈനലി ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തിക്നെസ്സും തോന്നിക്കുന്നുണ്ട്. ശരിക്കും ഇന്ന് ചെയ്താൽ പിറ്റേ ദിവസമാണ് അതിൻ്റെ അടിപൊളി റിസൾട്ട് ഉണ്ടാവുക. സോ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.